ജിമ്മിന് പോയി കഴിഞ്ഞാൽ കണ്ണ് കുഴിയും, കവിളൊട്ടും, മുഖത്തിൻ്റെ സൗന്ദര്യം പോവും, ശരീരത്തിൻ്റെ സൗന്ദര്യമൊക്കെ കൂടാം. ഇതിനെക്കുറിച്ചുള്ള അറിവ് കറക്റ്റായിട്ടുണ്ടോ? എന്നാൽ ഭൂരിപക്ഷം പേർക്കും ഇതിനെക്കുറിച്ചുള്ള കറക്റ്റ് അറിവില്ലാതെ മറ്റുള്ളവർ കാണിക്കുന്നതെന്താണോ ആ കോപ്രായത്തിനനുസരിച്ച് പോയി സ്വന്തം ശരീര സൗന്ദര്യം നശിപ്പിക്കുന്ന വ്യക്തികളായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് നമുക്ക് പല ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെ തന്നെ എടുക്കാം. ആക്ടർ, ആക്ട്രസ്, ഇവരെയൊക്കെ എടുക്കുന്ന ആ ലെവലിൽ പരിശോധിച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ലെവൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മറ്റുള്ള വ്യക്തികൾ ജിമ്മിന് പോകുന്നത് മസിൽ പെരുപ്പിക്കാനായിട്ട് ചിലർ ശ്രമിക്കുന്നത് കാണാം, ചിലർ വണ്ണം കുറയ്ക്കാനായിട്ട് കാണിക്കുന്നത് കാണാം. മസിൽ പെരുപ്പിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ലെവലിൽ നമ്മൾ ഭാരം എടുത്തിട്ടുള്ള പ്രക്രിയയാണ് നടത്തുന്നത്. അമിതഭാരം. ഈ അമിതഭാരം എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ മാംസപേശികൾ വലിഞ്ഞു മുറുകുന്നതിനോടൊപ്പം നമ്മുടെ മുഖത്തെ മാംസപേശികളും ഞരമ്പുകളും വലിഞ്ഞു മുറുകുന്നുണ്ടെന്ന് എത്ര പേർക്കറിയാം? അതുകൊണ്ടാണ് ശരീരത്തിന് സിക്സ് പാക്കും മറ്റു കാര്യങ്ങളും വരാം, മസിലുകൾ പെരുക്കാം. അതായത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, മസിൽ പെരുക്കുന്നതിൻ്റെ ലെവലിനെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. അല്ലെങ്കിൽ അമിതമായിട്ട് ഭാരം എടുത്തുകൊണ്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണെന്നുള്ളത് ഓർക്കണം. അങ്ങനെ എടുക്കുന്നവർക്കാണ് മുഖത്തിൻ്റെ മാംസപേശികൾ വലിഞ്ഞു മുറുകുകയും അവരുടെ കണ്ണ് കുഴിയുകയും കവിള് ഒട്ടുകയും, അതായത് മുഖം വലിഞ്ഞു മുറുകുകയാണ്. ശരീരത്തിന് സിക്സ് പാക്ക് ഉണ്ടായി ശരീര സൗന്ദര്യം കൂടുന്ന വ്യക്തികൾ അവർ ഷർട്ടും തുറന്നുകൊണ്ടല്ല നടക്കുന്നത്. ഇതിന് ആണായാലും പെണ്ണിൻ്റെ കാര്യവുമാണ് പറയുന്നത്, പെണ്ണുങ്ങൾക്കും ഉണ്ടല്ലോ അത്. അപ്പോൾ ഈ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടല്ല നടക്കുന്നത്. ആരോഗ്യം ഉണ്ടാകുവാനായിട്ട് ഇതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. പ്രധാനമായിട്ടും അപ്പോൾ മുഖമാണ് നമ്മൾ കാണുന്നത്. ഈ മുഖത്തിൻ്റെ സൗന്ദര്യം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നു എന്ന് തന്നെ പറയാം. ഉദാഹരണത്തിന് തന്നെ 2 ആക്ടറിൻ്റെ കാര്യം നമുക്കെടുക്കാം. പൃഥ്വിരാജ് ആൻഡ് ജയസൂര്യ. പൃഥ്വിരാജിൻ്റെ ജിമ്മിന് പോകുന്നതിന് മുമ്പുള്ള ഭാഗവും ജിമ്മിന് പോയതിന് ശേഷമുള്ള ഭാഗവും വളരെ സുന്ദര കുട്ടപ്പനായിട്ടിരുന്ന വ്യക്തികളാണ് ഈ 2 പേരും. എന്നാൽ ജിമ്മിന് ശേഷം ഇവരുടെ മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറിയിരിക്കുന്നു. അതായത് 30 വയസ്സുള്ള സമയത്ത് അവർ 40 വയസ്സിൻ്റെ പ്രതീതിയിലേക്ക് മാറുക മാത്രമല്ല, അവരുടെ മുഖത്തിൻ്റെ ശരീരത്തിന് നല്ല ലെവൽ വന്നിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ആരോഗ്യം വരേണ്ടുന്നതാണ് എങ്കിൽ എക്സസൈസ് നന്നായിട്ട് ചെയ്താൽ മതി. ശരീരത്തിൻ്റെ ഫാറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ണം എന്ന് പോയിട്ട് അമിതവണ്ണം എന്ന് പോയിട്ട് മീഡിയ ലെവലിലെ വണ്ണം നിൽക്കാവുള്ളൂ. അതായത് മെലിയാത്ത ശരീരവും മീഡിയത്തിൽ താഴെ നിൽക്കുന്ന വണ്ണവും ഉള്ള ശരീരമാണ് ആരോഗ്യകരമായിട്ടുള്ള ശരീരവും. ശരീരത്തിൽ അസുഖങ്ങൾ ഇല്ലാത്തവരായിട്ടുള്ളതും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ശരീരവും അത് തന്നെയാണ്. അങ്ങനെയുള്ളവർക്കാണ് ഏത് തരത്തിലുള്ള ജോലി ചെയ്യുവാനും മാത്രമല്ല സെക്സ് ലെവലിലും മികച്ച ലെവലിൽ നിൽക്കുവാനായിട്ടും സാധിക്കുന്നത്. അവരുടെ ആരോഗ്യം മികച്ച ഒരു ലെവലായിരിക്കും. ഈ ശരീരം ഉരുട്ടി കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും മോശമായ ലെവലിലേക്ക് പോകുന്ന ശരീരപ്രകൃതി ഉണ്ടാകുന്നതായിട്ട് കാണാം. എന്തിന് സ്ത്രീകൾ ഇതൊക്കെ എടുത്ത് പൊക്കുകയും എടുക്കുകയും വലിക്കുകയും മുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രധാനമായിട്ട് ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സൽമാൻ ഖാന് മാത്രമാണ് ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത്. ബാക്കി ഉള്ള എല്ലാ ജിം ലെവലിലുള്ള വ്യക്തികൾ അത് അങ്ങ് അന്താരാഷ്ട്ര ലെവൽ തൊട്ടിങ്ങോട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവരുടെ മുഖത്തിൻ്റെ ഷേപ്പ് എന്തിന്, മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി വർഷങ്ങളായിട്ട് നമ്മൾ തടിയോടുകൂടിയാണ് കണ്ടിരിക്കുന്നത്. അത് 58ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് വണ്ണം കുറയുമെന്ന് പോലും അദ്ദേഹത്തിൻ്റെ കടുത്ത ആരാധകർ പോലും വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ശരീരത്തിൻ്റെ വണ്ണം കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരരൂപത്തിൽ വന്ന മാറ്റം വളരെ വ്യക്തമായിട്ടറിയാം. അതിന് എന്തൊക്കെ നിരൂപണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതിന് വലിയ നിരൂപണത്തിൻ്റെ ആവശ്യമില്ല. വലിയ വണ്ണത്തിലുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കവിളൊട്ടും, ശരീരത്തിൻ്റെ വണ്ണം കുറയും. അപ്പോൾ രൂപമാറ്റം അവിടെ സംഭവിക്കുന്നു.
പക്ഷേ നമ്മൾ ഈ രൂപമാറ്റത്തിൻ്റെ ലെവലിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, രൂപമേ മാറി സൗന്ദര്യത്തിൻ്റെ ലെവലേ പോയി പിന്നീട് തിരിച്ചു കിട്ടാൻ തക്കവണ്ണമല്ലാത്ത ലെവലിലേക്ക് മാറുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അത് സ്ത്രീകൾ പോലും ഇതിനെക്കുറിച്ച് ധാരണയില്ലാതെ എത്രയോ വ്യക്തികൾ ജിമ്മിൽ പോയി കണ്ടമാനം അങ്ങ് സ്ട്രെയിൻ ചെയ്തിട്ട് ചെയ്യുന്നതായിട്ട് കാണാം. നമുക്ക് ആരോഗ്യമുള്ള ശരീരമാണ് വേണ്ടത്. മമ്മൂട്ടിയെ കണ്ടു നോക്കുക. അദ്ദേഹത്തിന് ഈ ലെവലിനെക്കുറിച്ച് നല്ല ധാരണയുള്ളത് കൊണ്ടാണ് അദ്ദേഹം സിക്സ് പാക്കിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ